ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല ക്രീമി ആയിട്ടുള്ള അടിപൊളി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. ഇത് ഗസ്റ്റ് വരുമ്പോഴായാലും അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികളുടെ സ്കൂൾ ഒക്കെ തുറക്കാറായില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഈ ഒരു വലുപ്പത്തിലുള്ള 3 ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തൊണ്ടൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ പൊട്ടറ്റോ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. സിമ്പിളാണ് കേട്ടോ, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവട്ടത്, അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ പൊട്ടറ്റോ മുഴുവനും കട്ട് ചെയ്തിട്ടിട്ട് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേവിച്ചെടുക്കുമ്പോൾ ഒരുപാട് വെന്തുടഞ്ഞ് പോരുന്നിട്ട് നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന ആ ഒരു രീതിയിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് ഓണാക്കിയിട്ട് ഗ്യാസ് അടുപ്പിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയിട്ടാ. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ ഞെക്കി നോക്കുക കേട്ടോ, നമ്മൾ നന്നായിട്ട് കുക്കായിട്ടുണ്ടോ എന്ന് പ്രസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഉള്ളിൽ വേവാത്ത പ്രശ്നം ഉണ്ടാവരുതിട്ട്, അത്യാവശ്യം നമ്മൾ കട്ട്ലേറ്റിനൊക്കെ വേവിച്ചെടുക്കുന്ന പോലെ ഇതേപോലെ നന്നായിട്ട് കുക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പൊട്ടറ്റോക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഒന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാനൊരു ബൗളിലേക്ക് ഇതെല്ലാം തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ചൂടോട് കൂടി തന്നെ ഞാൻ ഈ ഒരു ഉരുളക്കിഴങ്ങ് മൊത്തത്തിലൊന്ന് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു സ്മാഷർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്കിത് നന്നായിട്ട് ഉടച്ചെടുക്കാം. അപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് ഉടച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്കിത് നന്നായിട്ട് ഉടഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ മുഴുവനായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ഫൈനായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടകളൊന്നും ഉണ്ടാവരുത് കേട്ടോ, അപ്പോഴാണ് നല്ല അടിപൊളിയായിട്ട് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് കോൺഫ്ലോർ ആണ് ഇട്ട് കൊടുക്കുന്നത് പൊടിയായിട്ട്. അപ്പോൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ഉരുളക്കിഴങ്ങും കോൺഫ്ലോറും കൂടെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടുന്ന രീതിയിൽ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് കമ്പൈനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മെയിനായിട്ട് ഇതിലേക്ക് ചീസാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചീസ് ക്യൂബ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, അതൊന്ന് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ, എന്തായാലും ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക കേട്ടോ. ഇത് ചീസും കൂടെ ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് കേട്ടോ. ഇതിൽ നന്നായിട്ട് ചീസ് ചേർക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ചുള്ളൂ എന്നുണ്ടെങ്കിൽ കുറച്ചാലും ചേർത്ത് കൊടുക്കുക. ചീസിൻ്റെ സ്ലൈസ് ആണെങ്കിലും ചെറുതായിട്ട് പീസാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലോ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഓരോ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഉരുട്ടിയെടുക്കുന്ന ടൈമിൽ നമ്മൾ ചീസൊക്കെ അത്യാവശ്യം ചേർത്ത് കൊടുത്തതിൻ്റെ പേരിൽ കുറച്ച് ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു രീതിയിലുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കയ്യിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറയുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇതേപോലെ ചെറിയ ഡോണറ്റ്സിൻ്റെ ഷേപ്പിലാണ് ഞാനിതൊന്ന് ഷേപ്പാക്കി എടുക്കുന്നത് കേട്ടോ. ഫിംഗർ വെച്ചിട്ട് നടുക്കൊരു ഹോളും കൂടി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്.
കണ്ടില്ല. അപ്പോൾ ഫസ്റ്റത്തെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയെല്ലാനും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യത്തെ ഷേപ്പ് ചെയ്യുമ്പോഴും കയ്യിൽ കുറേശ്ശെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇതേപോലെ ഒന്ന് ഡോണറ്റിൻ്റെ ഷേപ്പിൽ ഷേപ്പ് ചെയ്തെടുക്കുക. കണ്ടില്ലേ. അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതിൽ വേറെ ഇൻഗ്രീഡിയൻ്റ് ഒന്നുമില്ല കേട്ടോ. പൊട്ടറ്റോ, അതേപോലെ കോൺഫ്ലോർ, പിന്നെ ചീസ്, പിന്നെ എരിവിന് ആവശ്യമായിട്ട് നമ്മുടെ ഒരു ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും അത്രയും ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ നമ്മൾ. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ എല്ലാം ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചീസാകുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് നമുക്ക് നല്ല സ്റ്റിഫായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇത്തിരി ലൂസായിട്ടുള്ളൊരു ബാറ്റർ ആക്കിയിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ കുറച്ച് ലൂസായിട്ടൊരു ബാറ്റർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിന് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ. അപ്പം നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടുള്ള ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഓരോ സ്നാക്കായിട്ട് എടുത്തിട്ട് ആദ്യം നമ്മുടെ ആ ഒരു മൈദയുടെ ബാറ്ററിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ആ ഒരു ബ്രെഡിൻ്റെ പൊടിയിലിട്ടിട്ട് നന്നായിട്ട് മുക്കി കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആ ഒരു ബ്രെഡ് ക്രംസ് നന്നായിട്ട് എത്തണം കേട്ടോ. അപ്പോൾ അതേ രീതിയിൽ കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ എല്ലാം ഞാനൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഈസിയാണ് കേട്ടോ ഇത് ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട്. ഇനി മൈദപ്പൊടിയുടെ ബാറ്ററിലാണെന്നുണ്ടെങ്കിൽ മുട്ട ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ബ്രെഡ് ക്രംസിലിട്ടിട്ട് കോട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് മസാല വഴറ്റ് അങ്ങനെയുള്ള ഒരു പണിയില്ല. പെട്ടെന്ന് സിമ്പിളായിട്ട് ഈസി ആയിട്ട് കുട്ടികൾക്കൊക്കെ വിശക്കുന്നതെന്ന് പറയുന്ന ടൈമിൽ ചീസൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ എല്ലാ സ്നാക്കും ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഓയിലെടുത്തിട്ട് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനും കൂടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് ഓയിൽ ഞാനൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചൂടാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുള്ള ഓയിലിലേക്ക് നമുക്ക് ഈ ഓരോ സ്നാക്കായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഉൾവശം ഒന്നും അധികം കുക്കാവാനൊന്നുമില്ല. നമ്മുടെ പൊട്ടറ്റോ ആണെങ്കിലും കുക്കായതാണ്. പിന്നെ ചീസൊന്ന് മെൽറ്റായിട്ട് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ പുറമേ ഉള്ള ഒരു ബ്രെഡ് ക്രംസ് ഒന്ന് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരുപാട് നേരം എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യാൻ നിൽക്കണ്ട. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ആ ഒരു ബ്രെഡ് ക്രംസ് ഒന്ന് കളർ ചേഞ്ചായിട്ട് വരുന്നത് വരെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. നമ്മൾ തീ കുറച്ചിട്ടിട്ട് ഇത് ഫ്രൈ ആക്കി എടുക്കുന്ന ആ ഒരു ടൈമിൽ ചീസ് നന്നായിട്ട് മെൽറ്റായിട്ട് പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ പെട്ടെന്നത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ സ്നാക്കെല്ലാം ഇവിടെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ബാച്ചും ഇതേപോലെ തന്നെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് എടുത്തിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെയും നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾവശം നല്ല ക്രീമി ആയിട്ട് ചീസി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇത് നമ്മൾ ആ ഒരു ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. അപ്പോൾ ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കാൻ നോക്കാം കേട്ടോ. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ആ ഒരു ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഉള്ളിൽ നല്ല ക്രീമി ആയിട്ടുള്ള അടിപൊളി ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാണ്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത് നമുക്ക് കെച്ചപ്പിൻ്റെ മയോണൈസിൻ്റെ ഒക്കെ കൂടെ സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.